എന്താ വേണ്ടേ? ഞങ്ങള് ദേവിയെ തൊഴാൻ വേണ്ടി ഇറങ്ങിയതാ. പ്രായശ്ചിത്ത പൂജയ്ക്ക് ചാർത്താനുള്ള ഒരു ഹാരം വേണമായിരുന്നു. മോളെ എടുത്തു കൊടുക്ക്. നിന്നെ പരിഹസിച്ചുകൊണ്ടാ എന്റെ ഭാര്യയ്ക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടതെന്നാ സന്ദീപും അവന്റെ മുത്തശ്ശിയൊക്കെ പറയുന്നത്. അതിന് ദേവിയോട് ഒരു പ്രായശ്ചിത്തമായേക്കാന്ന് കരുതി. അവള് മാഡത്തിന് വേണ്ടി ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നാ പറഞ്ഞ. ഓ, നിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിലല്ലേ ദേവി പെട്ടെന്ന് പ്രസാദിക്കുള്ളൂ. അതെ, ഞങ്ങൾ പ്രാർത്ഥിച്ചാലും മൂകാംബിക ദേവി അനുഗ്രഹിക്കും. അതുകൊണ്ട് നിന്റെ റെക്കമെൻഡേഷൻ ഒന്നും തൽക്കാലം ഞങ്ങൾക്ക് വേണ്ട. അല്ല, ഇനി നീ പ്രാർത്ഥിക്കുന്നേ എന്റെ ഭാര്യയുടെ സംസാരശേഷി എന്നേക്കുമായി നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണോന്ന് ആർക്കറിയാം? ദൈവദോഷം പറയല്ലേ സാറേ. എന്റെ മോള് ആർക്കും ദ്രോഹം വരുത്തണേന്നല്ല, എല്ലാവർക്കും നന്മ വരുത്തണേന്നാ മൂകാംബികമ്മയോട് പ്രാർത്ഥിക്കുന്നേ. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ സന്ദീപ് നന്മ വരാൻ വേണ്ടി ഇവളുടെ പിന്നാലെ തന്നെ അങ്ങ് കൂടിയേക്കുന്നത്. അല്ല, നീ പ്രാർത്ഥിച്ചാൽ മാത്രം ദേവി ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുന്നുവെങ്കിൽ നിന്റെ കാര്യത്തിൽ എന്താ സംഭവിക്കാത്തത്? അത്രയ്ക്ക് വലിയ ഭക്തിയാണെങ്കിൽ നിനക്ക് സംസാരശേഷി കിട്ടണ്ടേ? ഇനി ഇപ്പൊ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ കാലിന്റെ വൈകല്യമെങ്കിലും ദേവിക്കൊന്ന് മാറ്റിത്തരാലോ. സാറേ, ഞങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ അമ്മ മൂകാംബിക വെല്ലുവിളിക്കാൻ നിൽക്കരുത്. വെല്ലുവിളിച്ചൊന്നും അല്ല മിസ്റ്റർ. ചിലർക്ക് മാത്രം ദേവിയുടെ മുമ്പിൽ കൺസെഷൻ ഉണ്ടെന്നുള്ള ഒരു വീമ്പ് പറച്ചിലുണ്ടല്ലോ. അതെ, ഞങ്ങളുടെ അടുത്ത് വില പോവില്ലെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ശ്രീകളെ, ഹാരം വാങ്ങിക്കൊണ്ടുവാ. അയ്യോ, കാല് കോച്ചി വലിക്കുന്ന പോലെ, നിലത്ത് കുത്താൻ പറ്റുന്നില്ല. കൊളുത്തി വലിക്കുന്ന പോലെ. കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല. എന്തു പറ്റിയത് പെട്ടെന്ന്? അല്ല, എന്താ സാറേ, എന്തു പറ്റി? കാലൊന്ന് ഉളുക്കി, വല്ലാത്ത വേദന. എന്നാ ഇങ്ങോട്ട് ഇരിക്കാം സാറേ. മതിയെ ഇരിക്ക, മെല്ലെ. സാറേ, ഹോസ്പിറ്റലിൽ പോകാൻ ആംബുലൻസ് വിളിക്കണോ? വേണ്ട, ഞാൻ ഗസ്റ്റ് ഹൗസിൽ നിന്ന് മാനേജറെ വിളിച്ചോളാം. നാശം, ആ മുരളി ഫോൺ എടുക്കുന്നില്ലല്ലോ. സാറ് കുറച്ചു നേരം ഇവിടെ ഇരിക്കേ, വേദന മാറട്ടെ. കുടിക്കാൻ വെള്ളം എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. അത് ശരിയാ. മോളോട് ചെന്ന് അമ്മയെ കണ്ട് തൊഴുത് പ്രായശ്ചിത്തം പറയും. എങ്കിലേ ഇദ്ദേഹത്തിന്റെ വേദന മാറും. മഹാമായേ, ദേവി മൂകാംബികെ, അടിയനെ ഇനിയും പരീക്ഷിക്കരുതേ. അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ പുറത്തു തരണേ. എനിക്ക് അമ്മയിൽ ഭക്തിയും വിശ്വാസവുമാണ്. പക്ഷെ എൻ്റെ മകന്റെ കാര്യത്തിൽ ഞാൻ അല്പം സ്വാർത്ഥയാ. അവന് നല്ലൊരു ജീവിതം ഉണ്ടായിക്കാണാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതൊരമ്മയുടെ മനസ്സായി അവിടുന്ന് മനസ്സിലാക്കണേ ദേവി. എൻ്റെ ഈ തെറ്റുകൾ പുറത്ത് എൻ്റെ സംസാരശേഷി എനിക്ക് തിരിച്ചു നൽകണേ ദേവി മൂകാംബികെ. ദേവി,
ഞാൻ കാരണം എന്തിനാ മറ്റുള്ളവരെയും കൂടി ഇങ്ങനെ ശിക്ഷിക്കുന്നേ? എന്റെ പേരിൽ ഒരു കുടുംബം തമ്മിൽ തല്ലി നശിക്കരുത്. അമ്മ അതിനൊരിക്കലും ഇട കൊടുക്കരുത്. അവര് ചെയ്തതൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോ ശരിയല്ലേ ദേവി? എന്നെപ്പോലെ കുറവുകളുള്ള ഒരു പെണ്ണിനെ സ്വന്തം മോനു വേണ്ടി ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് അതിന്റെ പേരിൽ അവരെ ശിക്ഷിക്കരുതേ ഭഗവതി. ഇവരുടെ സംസാരശേഷി വീണ്ടും തിരിച്ചു കൊടുക്കണമേ. എല്ലാത്തിനും ഒരു പരിഹാരം ദേവി ഇവർക്ക് കാട്ടിക്കൊടുക്കണേ. അമ്മേ, ദേവി.